എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഫലം അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് മെയ് 15-നകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം മെയ് 14-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ parishaBhavan.kerala.gov.in എന്ന പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് വഴി പ്രവേശിച്ചുകൊണ്ട് പരീക്ഷാ പോർട്ടൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ SSLC ആണോ അല്ലെങ്കിൽ THSLC ആണോ അല്ലെങ്കിൽ SSLC HI ആണോ അല്ലെങ്കിൽ THSLC HI ആണോ ഇതിൽ ഏതാണ് എന്നുള്ളത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അപ്പോൾ SSLC എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ SSLCexam.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ അതായത് SSLC റിസൾട്ട് മാർച്ച് 2023 എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ജനനത്തീയതി അതായത് ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് അവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതിലുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് സ്കൂൾ വൈസ് റിസൾട്ട് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ തന്നെ അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് സ്കൂൾ കോഡിനായിട്ട് നിങ്ങൾ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെ ലിസ്റ്റും വരും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിലുള്ള ആ ഒരു സ്കൂളിൻ്റെ പേരാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകിയിട്ട് ആ ഒരു പേജിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാ ഫലം ഈ ഒരു മെയ് 12-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു 6-ാം തീയതിയോടെ ഗ്രേസ് മാർക്ക് സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും പൂർത്തിയാകും. അപ്പോൾ മെയ് 15-നകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാ ഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.